ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഹെൽത്തി റെസിപ്പിയാണ്, നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പാലക്കും അതുപോലെ ചിക്കൻ. ഇത് ബോൺലെസ് ആണ്, ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഇത്ര ഐറ്റംസാണ്: അനിയൻസ്, ക്യാപ്സിക്കം, അതുപോലെ ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി, കൊറിയാണ്ടർ ലീവ്സ്. ഇത്രയാണ് മെയിൻ ഐറ്റംസ്. മെയിനായിട്ട് ഹെൽത്തിയർ വേർഷനാണ് നോക്കുന്നത്, അതുകൊണ്ട് തന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്, പ്രോട്ടീൻ, അതുപോലെ ഫൈബർ, പാലക്ക്. നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നത് ഗോതമ്പിൻ്റെ ഡോയിലാണ്. അപ്പോൾ ഫില്ലിങ് റെഡിയാക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്ന സോഫ്റ്റായിട്ട് ഇരിക്കും. ആ സമയമാകുമ്പോഴേക്കും ഇപ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ആട്ട, സോൾട്ട്, പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ, പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി ഡോ നീഡ് ചെയ്ത് വെച്ചതാട്ടോ. പിന്നെ ഞാനിത് എളുപ്പത്തിന് വേണ്ടി ഇപ്പോൾ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഇപ്പോൾ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഫില്ലിങ് ആദ്യം റെഡിയാക്കാം. ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. മെൽറ്റായി വരുന്ന സമയത്ത് ഒരു ചെറിയ ഗാർലിക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് സോസ് ഉണ്ടാക്കുന്നുണ്ട്. ഹങ്കേർഡ് വെച്ചിട്ടാണ് സോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരുപാട് റോസ്റ്റ് ആക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. ഇതിനി പാനിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഫസ്റ്റ് ആഡ് ചെയ്യാൻ പോണത് ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ഗാർലിക്, അതുപോലെ ഗ്രീൻ ചില്ലി. ഇത്ര ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ടേ ചെയ്യാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഒരു അനിയനാണ്, ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അനിയൻ ഒന്ന് ലൈറ്റായിട്ട് കളർ മാറുന്ന വരെ സോട്ടേ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ബ്രസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 200 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. ഇനി ഒന്ന് സോട്ടേ ചെയ്ത് വരുമ്പോൾ ചൂട് തട്ടി ചിക്കൻ്റെ കളറൊന്ന് വൈറ്റ് ആവുമല്ലോ, ആ സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്, പേരിന് മാത്രം ഒരു പിഞ്ച്. മഞ്ഞൾപ്പൊടിയുടെ റോസ്മെല്ലൊക്കെ പോയ ശേഷം നമുക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 കൈപ്പിടി പാലക്കുണ്ട്. ഇത് ചൂട് തട്ടി ഒന്നിതായി വരുമ്പോൾ ഭയങ്കരമായിട്ട് ഇതിൻ്റെ വോളിയം കുറയും. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കാം. ഒന്ന് സ്റ്റീം വരുമ്പോൾ അതൊന്ന് ഒതുങ്ങുകയും ചെയ്യും, കുക്കായി കിട്ടുകയും ചെയ്യും. അതുപോലെ പാലക്കിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ചിക്കനിലെയും പാലക്കിലെയും വെള്ളമൊക്കെ ആ സമയത്ത് ഇറങ്ങും. ഇനി ഇത് മൊത്തം ഡ്രൈ ആക്കി എടുക്കണം. ഫില്ല് ചെയ്തിട്ട് ചപ്പാത്തി പരത്തണമെങ്കിൽ ഇത് ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ആക്കി എടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് സ്നാക്ക് പെപ്പറാണ്. ഇതില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അതുപോലെ ഒരു പിടി മല്ലിയില ചോപ്പ് ചെയ്തതും, 1 ടീസ്പൂൺ ഹങ്കേർഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്നാക്ക് പെപ്പർ ക്യാപ്സിക്കത്തിനെക്കാട്ടിയും കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. ഇനി ഒരു പിഞ്ചല്ല, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്തെടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് തക്കാളിയുടെ സീഡ് കളഞ്ഞിട്ട് ഒരു 4 പീസസായിട്ട് കട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലഷ് വരുന്ന ഭാഗം ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കുക. ഒന്ന് ബേണായി വരുമ്പോൾ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഇതുപോലെ തന്നെ ബേണാക്കി എടുക്കുക കേട്ടോ. നമ്മൾ സോസ് റെഡിയാക്കും എന്ന് പറഞ്ഞിരുന്നില്ല, ആ ഗാർലിക്ക് റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തക്കാളിയും റോസ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്നും ആഡ് ചെയ്യാണ്ട് ഇതുപോലെ ആക്കിയെടുത്തത്. ഇനി ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്ത് കളയുക. ഇനി നന്നായി മാഷ് ചെയ്തെടുക്കണം. മിക്സിയിലൊന്നും ഇട്ട് അരയ്ക്കാൻ നിൽക്കണ്ട, ഇതുപോലെ ഒരു ഫോർക്ക് അങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഗാർലിക്ക്, ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ടാണ് ആ ഗാർലിക്ക് റോസ്റ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കുറച്ചൊന്ന് റോസ്റ്റ് ആവാണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ബലത്തിലിരിക്കണേ. നിങ്ങൾ ഇത്രയും വലിയ ഇത് ചൈനീസ് ഗാർലിക് ആയ കാരണം, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇത്ര വലിയ ഗാർലിക്കാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം ഹങ്കേർഡ് എടുക്കുന്നുണ്ട്.
ഹങ്കേഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഉള്ളത് ഞാൻ മുമ്പൊരു ഹെൽത്തി റാപ്പ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹങ്കേഡിലേക്ക് ക്രഷ് ചെയ്ത പെപ്പറും അതുപോലെ സോൾട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ടൊമാറ്റോ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ആദ്യം കുറച്ച് മിക്സ് ചെയ്തിട്ട് പിന്നെ ഫ്ലേവർ നോക്കിയതിന് ശേഷം ബാക്കി കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ സോസ് ട്രൈ ചെയ്യുന്നത്. ഇതിന് മുമ്പ് വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഐഡിയയിൽ വന്നപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ നല്ലതാണ്. ലാസ്റ്റ് കുറച്ച് പെപ്പറും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളാക്കി വെച്ച മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പേസ്റ്റ് ആക്കരുത് കേട്ടോ, നമുക്ക് ചിക്കൻ്റെ പീസസൊക്കെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം. അപ്പോൾ ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിലത് ഫില്ല് ചെയ്തെടുക്കാം. നമ്മൾ ആലു പറാത്തൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചപ്പാത്തി ബോൾസ് എടുക്കുക. അതിലിതുപോലെ സെൻറ്ററിൽ ഹോളാക്കിയതിന് ശേഷം നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പേസ് ഉണ്ടാക്കുക. അപ്പോൾ 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ടാക്കിയിട്ടും ചെയ്യാം. അല്ലെങ്കിൽ 2 ചപ്പാത്തി ഒരേ സൈസിൽ പരത്തിയിട്ട് ചപ്പാത്തിയുടെ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും അത് ഫോൾഡ് ചെയ്തിട്ട് പരത്താം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് കൂടുതലും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള 2 ചപ്പാത്തി വെച്ചിട്ട് പരത്തുന്നതാണ്. അതിലാവുമ്പോൾ കൂടുതൽ ഫില്ലിങ്ങും വെക്കാൻ പറ്റും. ഇതിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫില്ലിങ് വെക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റോളം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പരത്താം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ 2ാമത്തെ ടൈപ്പിലാണ്. സെയിം സൈസിൽ ചപ്പാത്തി പരത്തുക, 2 ചപ്പാത്തി പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു ചപ്പാത്തിയുടെ മുകളിൽ ഫില്ലിങ് വയ്ക്കുക. നമുക്ക് എത്രയാണോ ഫില്ലിങ് വേണ്ടത് ആ രീതിയിൽ വെച്ച് കൊടുക്കുക. ആ സൈഡ്സിൽ മാത്രം തട്ടാത്ത രീതിയിൽ സെൻറ്ററിൽ ആക്കിയിട്ട് വെക്കാൻ നോക്കുക. ഇനി മറ്റേ ചപ്പാത്തി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കവർ ചെയ്തിട്ട് നോർമൽ നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ പരത്തിയെടുക്കുക. പക്ഷേ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതിയാവും കേട്ടോ, അത്യാവശ്യം വയറ് ഫില്ലാവും. കാരണം 2 ചപ്പാത്തി ഉണ്ടല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ചപ്പാത്തിയുടെ ബോളാണ് നമ്മൾ ഉള്ളിൽ ഫില്ലിങ് വെച്ചിട്ട് പരത്തുന്നത്. അപ്പോൾ 2 ഡിഫറെൻ്റ് ഉണ്ട്. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, അപ്പോൾ തന്നെ വയറ് അത്യാവശ്യം ഫില്ലായിട്ടുണ്ടാവും. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫില്ലിങ്സൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മളെപ്പോഴും യൂഷ്വലി കഴിക്കുന്ന ചപ്പാത്തി ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതുപോലെ ട്രൈ ചെയ്താൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാനും ഇതുപോലെ ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ചൊരു സംഭവമാണ് ഇത്. ഇതിന് മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ചപ്പാത്തി ഇനി നോർമലി നമ്മൾ ചുട്ടെടുക്കണ പോലെ ചെയ്യുക. അതിൻ്റെ ഒപ്പം ബട്ടറും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണിലും കുറവ് മാത്രം ബട്ടർ തേച്ച് കൊടുക്കുക. അപ്പോൾ ഹെൽത്തിയർ വേർഷൻ ആവും കേട്ടോ. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ആ ഹെൽത്തി എന്നുള്ള കാര്യം മാറും. ഇത് കണ്ടില്ല, അത്യാവശ്യം ഈ തവ തന്നെ അത്യാവശ്യം സൈസുള്ളതാണ്. അതിൻ്റെ ഏകദേശം ആ വലുപ്പത്തിൻ്റെ അടുത്ത് തന്നെയുണ്ട് ഈ ചപ്പാത്തി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒരെണ്ണം കഴിച്ചാൽ മതിയിട്ട് അത്രയും ഫില്ലാവുന്നു. അപ്പോൾ ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ കഴിക്കാൻ ഇഷ്ടമായിരിക്കും. പിന്നെ ടേസ്റ്റ് വൈസും അടിപൊളിയാണ് കേട്ടോ. ഈ സോസ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി സോസാണ്. ഹങ്കേഡ് വെച്ചിട്ട് ഇതുപോലെ കുറേ പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.